പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വ്യാഴാഴ്ച. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പ്രമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദേശത്തെയാൽ ഞാൻ മക്കളെ കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോയെ, ഈ അതിപ്രഭാതത്തിലെ കർത്തൃത്തിരുസന്നിധിയിൽ അണഞ്ഞിരിക്കുന്ന, വിശ്വാസത്തോടെ അണഞ്ഞിരിക്കുന്ന എല്ലാവരെയും കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ ആശീർവദിക്കുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷ മാതാവിൻ്റെ മാധ്യസ്ഥ നടന്ന ആരാധന ശക്തിയാൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങളുടെ ഉദ്യമങ്ങൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, നിങ്ങൾ ഉത്തരം പറയേണ്ട വ്യക്തികൾ, അവസ്ഥകൾ, വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രത്യേകമായി സഹായിക്കുകയും പരിശുദ്ധമ്മ ആ വിഷയങ്ങൾക്കെല്ലാം മധ്യസ്ഥം വഹിക്കുകയും ചെയ്യട്ടെ. കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. നിൻ്റെ ഇന്നത്തെ വഴികൾ, ഇന്ന് ചെയ്തു തീർക്കാനുള്ള ജോലികൾ, ഇന്ന് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ, കുഞ്ഞുങ്ങളുള്ള ഉത്തരവാദിത്തങ്ങൾ, തൻ്റെ ഓഫീസിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ, തൊഴിൽ മേഖലയിൽ നിനക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് വിചാരിച്ചുകൊണ്ട്, ഇതെങ്ങനെ ചെയ്ത് തീർക്കാനാണ് വിചാരിച്ചുകൊണ്ട് വല്ലാത്ത കൊട്ടവായും വല്ലാത്ത ഉറക്കവും വല്ലാത്ത ക്ഷീണവും ഒക്കെ തോന്നി വല്ലാത്ത രീതിയിൽ വിഷമിക്കുന്നതിൻ്റെ എല്ലാ ഭാരങ്ങളെയും കർത്താവായിട്ടെടുക്കട്ടെ. നിൻ്റെ ഭിന്ന ബന്ധങ്ങൾ, ചില ബന്ധങ്ങളുമായിട്ട് നിനക്ക് കൂടെ ഭിന്നതകളും അസ്വസ്ഥതകളും ഉണ്ടാകുന്നു. നിൻ്റെ സംസാരം തന്നെ അസമയത്തും അസ്ഥാനത്തും ഉപയോഗിക്കുന്ന കാരണം നിനക്ക് നിന്നെ തന്നെ പ്രതിരോധിക്കേണ്ടി വരുന്നു. അർത്ഥമില്ലാത്ത പ്രതിരോധങ്ങൾ കാരണം നിൻ്റെ വില നഷ്ടപ്പെടുന്നു. അതെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഈശോ എടുത്ത് മാറ്റുകയും പരിശുദ്ധ അമ്മ നിന്നെ സന്ധിക്കുകയും നിന്നെ മുമ്പത്തേക്കാൾ മഹത്വത്തിൽ നിൻ്റെ ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്യട്ടെ. കൊടുത്തു തീർക്കേണ്ട സാമ്പത്തിക കടങ്ങൾ പരിഹരിക്കാൻ പുതിയ മാർഗ്ഗങ്ങൾ കർത്താവ് നിന്നെ കാണിച്ചു തരട്ടെ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്താൽ നിൻ്റെ കുഞ്ഞുങ്ങൾ പോകുന്നിടത്ത് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ കൃപയിൽ നടക്കാനും നിൻ്റെ കുഞ്ഞുങ്ങൾ നിനക്ക് ആത്മീയമായിട്ട് നഷ്ടപ്പെടാതിരിക്കാനും ദൈവത്തിൻ്റെ ചൈതന്യം അവരിൽ നിന്ന്
വിട്ടൊഴിഞ്ഞു പോകാതിരിക്കാനും കർത്താവിൻ്റെ തിരുരത്വം മുദ്ര വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. സഭയുടെ അധികാരം, സഭയുടെ സാന്നിധ്യം നീ വ്യക്തമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പെൻഡിങ് ആയിട്ടുള്ള കേസുകൾ കുറേ നാളുകളായിട്ട് മറന്നുപോലും പോലും ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്ന് കേൾക്കുമ്പോൾ സോറി ഞാൻ ചെയ്തു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പട്ടാങ്ങി പറയുന്ന അവസ്ഥകൾ, നിനക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് മറന്നു പോയതാണ്, നിനക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നീ അത് ഒഴിവാക്കിയതാണ്. അവസാനം സ്വാഭാവികമായി നിൻ്റെ മനസ്സും അത് മറന്നുപോയി. പക്ഷെ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വിഷയങ്ങൾ നിനക്ക് മേൽഗതിക്ക് ഉപകരിക്കാൻ നിലവിലുള്ള തടസ്സങ്ങളെ ബന്ധിക്കുന്നു. 5 കാര്യങ്ങളെക്കുറിച്ച് നീ വല്ലാതെ വിഷമിക്കുന്ന വ്യക്തിയെ കാണിച്ചു തരുന്നുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ നീ അത് അങ്ങനെ പറയുകയും ചെയ്തു. ആ വ്യക്തിയെ കർത്താവ് പ്രത്യേകം സ്പർശിക്കുന്നതായിട്ട് ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു. വെള്ളത്തിൽ ജോലി ചെയ്യുന്നവർ, കടലിലാകാം, കായലിലാകാം, നദിയിലാകാം, പുഴകളിലാകാം ജോലി ചെയ്യുന്നവരെ അവരെ പ്രത്യേക ഈശ്വരനാമത്തെ ആസ്വദിക്കുന്നു. ആകാശങ്ങളിലുള്ള നിൻ്റെ സഞ്ചാരത്തെ കർത്താവ് സംരക്ഷിക്കട്ടെ. യാത്ര തുടങ്ങി അവസാനിക്കുന്നവരെ എല്ലാ രേഖകളും നിനക്ക് ലഭ്യമാവുകയും സമാധാനത്തിൽ യാത്ര ചെയ്യാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നിന്റെ വരത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ സാന്നിധ്യവും സഹവാസവും സംരക്ഷണമാവട്ടെ. ഇന്നും രാത്രി എല്ലാ ഉത്തരവാദിത്വം നിറവേറ്റി നീ തിരിച്ചെത്തുമ്പോൾ കർത്താവിൻ്റെ മാലാഖ നിന്നെ സംരക്ഷിക്കുകയും സമാധാനത്തിൽ തിരിച്ചെത്താൻ കഴിയട്ടെ. നിൻ്റെ ഭാരങ്ങൾ എന്നെ ഏൽപ്പിക്കുകയും ഞാൻ നിൻ്റെ ശ്രദ്ധാലുവാണെന്ന് പറഞ്ഞ ദൈവം നിൻ്റെ ഭാരങ്ങൾ മാനുഷികമായി ഏറ്റെടുക്കാൻ പല മനുഷ്യരെയും യാത്രയാക്കി നിൻ്റെ മുമ്പിൽ എത്തിച്ചു തരട്ടെ. Lord Jesus Christ, the fire fingers so acute the precious blood, Lord and peace, spirit of power and grace. അഹിതോഫേലിൻ്റെ ആലോചനകളെ കർത്താവ് വ്യർത്ഥമാക്കി എന്നൊരു വചനമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഒരു 3-4 ദിവസം മുമ്പ് ഇതുപോലെ കുരിശുയർത്തി പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ നാവിലൂടെ വന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആരുടെയോ ഗൂഢാലോചനകൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗൂഢാലോചന മൂലം വിഷമിപ്പിക്കുന്ന എല്ലാ മക്കളെയും സംരക്ഷിക്കുന്നുള്ള ഒരു വാഗ്ദാനമാണ് അതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 2 സാമുവേൽ 15:31. അഹിതോഫേലും അബ്സലോമിന്റെ ഗൂഢാലോചനയിൽ ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു. അഹിതോഫേലും അബ്സലോമിന്റെ ഗൂഢാലോചന ചേർന്നെന്ന് അറിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു, കർത്താവേ അഹിതോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കണമേ. അഹിതോഫേലിന്റെ ആലോചന വ്യർത്ഥമാക്കുന്നതിനെ കുറിച്ച്, അതായത് അബ്സലോം ദാവീദിന്റെ മകൻ തന്നെയാണ്. ഒരു നിമിഷം അബ്സലോം തന്ത്രപരമായിട്ട് പ്രജകളെല്ലാം കയ്യിലെടുത്ത്, വർഷങ്ങളുടെ പരിപാടിയാണത്. അബ്സലോം എപ്പോഴും നഗര കവാടത്തിന് പോയിരിക്കും. രാജകുമാരനെ കണ്ട് ആൾക്കാർ പട്ടണങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് വരുന്നവർ രാജകുമാരനെ കണ്ട് അഭിവാദനം ചെയ്യുമ്പോൾ ചോദിക്കും, എന്താ, എവിടെ പോണു, സുഖമാണോ, കഴിച്ചിട്ടാണോ വന്നത്, ഇങ്ങനെയൊക്കെയുള്ള സുന്ദരൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ആൾക്കാർ അയ്യോ എന്തൊരു നല്ല രാജകുമാരൻ. അതുകൊണ്ട് ആൾക്കാർ പറയും, ഇങ്ങനെ ഞങ്ങളുടെ വസ്തു കയ്യേറി രാജാവിനെ സങ്കടം പറയാൻ പോവുകയാണ്. അപ്പോൾ അബ്സലോം പറയും, ഇത് നിസ്സാര കാര്യമല്ലേ, നിങ്ങൾ പോയിക്കോ, അത് സെറ്റാക്കാമെന്ന് പറയും. രാജാവിന് ഒത്തിരി ജോലിയല്ലേ, അപ്പം എൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള വർഷങ്ങൾ താമസിക്കും. പക്ഷേ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, ഈ പരാതി പറഞ്ഞ ആൾ ഗ്രാമത്തിൽ ചെല്ലുമ്പോഴുണ്ട് കൈകേറിയവൻ്റെ വീടൊക്കെ ഒരു പരിവായി കാണും. കാര്യം എന്താണ്, ഇയാളുടെ വീട് സ്ഥലവും ഏരിയയും സർവേയൊക്കെ അറിഞ്ഞുകൊണ്ട് അബ്സലോം ഗുണ്ടകളെ വിട്ടിട്ട് കാര്യം തീരുമാനിക്കും. അപ്പോൾ ഇതൊക്കെ പെട്ടെന്നല്ല തീരുമാനമൊക്കെ വരുന്നത്. അതാണ് അബ്സലോം എന്ന് പറയുന്ന ആൾ. ഇതിങ്ങനെ ഒരു 3 വർഷം വർക്കൗട്ട് ചെയ്തപ്പോൾ എന്ത് പറ്റി, രാജ്യത്തിൻ്റെ പട്ടാളക്കാരും പ്രജകളും എല്ലാം അബ്സലോമിൻ്റെ കൂടെയായി. അപ്പം നോക്കിയാൽ ആളും അർത്ഥവും അബ്സലോമിൻ്റെ കൂടെയായി. അപ്പോൾ ആളും അർത്ഥവും അബ്സലോമിൻ്റെ കൂടെ കഴിഞ്ഞപ്പോൾ അബ്സലോം ഒരു നിമിഷം പെട്ടെന്ന് ചക്രവർത്തിയായിട്ട് സ്വയം പ്രഖ്യാപിച്ചു. അപ്പോൾ നോക്കുമ്പോൾ ദാവീദിനെ പട്ടാളക്കാരുൾപ്പെടെ പുരോഹിതന്മാരുൾപ്പെടെ അബ്സലോമിൻ്റെതായി. ദാവീദ് ഇവിടുന്ന് ഇറങ്ങേണ്ടി വന്നു.
പക്ഷേ അത് വചനം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ എന്ന് നോക്കി. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഷയമാണ്. നമ്മുടെ കൂടെ നിന്നവൻ ചിലപ്പോൾ കാലുമാറി മറുപക്ഷത്ത് കയറി നമ്മുടെ കപ്പലിന് മുങ്ങിത്താണ വന്ന് താഴെക്കൂടി ഭ്രമ വെക്കുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പോൾ എന്താ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ദാവീദ് ചെല്ലുമ്പോൾ ദാവീദ് എന്നാ പറയണത്? പെട്ടെന്നുള്ള റെസ്പോൺസ് കണ്ടല്ല. അഹിഥോഫേൽ ആലോചനക്കാരൻ, ദാവീദിൻ്റെ ആലോചനക്കാരനാണ്. ദാവീദിൻ്റെ എല്ലാ രഹസ്യങ്ങളുമേ, ദാവീദ് രാജാവായിരുന്നപ്പോൾ സമയത്ത് രാജാവിൻ്റെ കൺസൾട്ടൻ്റായിരുന്നു ഈ അഹിഥോഫേൽ. ദാവീദിൻ്റെ മുഴുവൻ രാജ്യത്തിന് മുഴുവൻ രഹസ്യങ്ങൾ അഹിഥോഫേലിന് അറിയാം. പക്ഷെ അബ്സലോം രാജ്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ദാവീദിന് വഴിയാധാരമായപ്പോൾ അഹിഥോഫേൽ അവിടുന്ന് മുങ്ങി. എന്ത് പറ്റി? മൊത്തം പോയി അബ്സലോമിൻ്റെ കൂടെ ചേർന്ന്. ഇത് കേട്ടപ്പോൾ പിന്നെ നിങ്ങൾക്ക് നിക്കക്കളിയില്ല. പക്ഷെ നിക്കക്കളിയില്ലാത്തപ്പോൾ ദാവീദ് പറഞ്ഞ എന്താണ് വചനം എന്താ പറയണത്? അഹിഥോഫേൽ അബ്സലോമിൻ്റെ ഗൂഢാലോചനയിൽ പങ്കുചേർന്ന് കഴിഞ്ഞപ്പോൾ ദാവീദ് പ്രാർത്ഥിച്ചു. ഉണ്ടാ, അതാണ് വിഷയം. അപ്പം അവൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തൊരു പ്രാർത്ഥനയാണ്! ഇത്രയും തകർന്ന് തരിപ്പണമായി കൂടെ ഉള്ളവൻ പാര വെച്ച് നിൽക്കുന്ന സമയത്തും ദാവീദ് പ്രാർത്ഥിച്ചു. അതാണ് ദാവീദ്. അപ്പം നീ എൻ്റെ എന്ത് തകർച്ച, ചില സമയത്ത് ഇതുപോലെയുള്ള തകർച്ചകൾ ആർക്കും ഉണ്ടാകാം. ചിലപ്പോൾ സ്വന്തം അപ്പനമ്മമാർ തന്നെയായിരിക്കും ഒരു വീട്ടിലെ കുടുംബത്തിൻ്റെ ശത്രുക്കളെന്ന്, മക്കൾ തന്നെയായിരിക്കും ശത്രുക്കളെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സബ്ജക്റ്റ്, അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം എന്താണ്? പ്രാർത്ഥനയുടെ സബ്ജക്റ്റാണ്. നീ ദൈവപൈതലാണെങ്കിൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടി ദൈവത്തിൻ്റെ പരിപാലനയിട്ട ആൾക്കാർ പരിശുദ്ധാത്മ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ഈ പരിശുദ്ധൻ, ദൈവം ദാവീദിനെ ശപിക്കുമ്പോഴും ദാവീദ് പ്രാർത്ഥിക്കും, അങ്ങേ പരിശുദ്ധൻ എന്നെ വിട്ടുപോകാതിരിക്കണമെന്ന്. അതാണ് പ്രാർത്ഥന. ദാവീദിനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ, അതായത് ബൈബിൾ പ്രാർത്ഥനയുടെ അലകും പിടിയുമൊക്കെ ദാവീദിന് നാവിലൂടെയാണ് വെളിപ്പെടുത്തപ്പെട്ടത്. പിന്നെന്താണ് പ്രാർത്ഥിച്ചത്? ദാവീദ് പ്രാർത്ഥിച്ചത്, അങ്ങേ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഇതൊക്കെ മാത്രം മതി നമുക്ക് പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വോളിയം ബുക്ക് എഴുതാൻ. അതുകൊണ്ട് പതറരുത്, ഒരു വിഷയത്തെയും പതറരുത്. അതിപ്പോൾ ഈ വിഷയമല്ല മാത്രമല്ല, നിൻ്റെ സർട്ടിഫിക്കറ്റ് തരുന്നില്ലെന്ന് വിചാരിച്ചോ എൻ്റെ യൂണിവേഴ്സിറ്റി, കാരണം കൊണ്ട് നിനക്ക് പൈസ അടച്ചിട്ടില്ല, അല്ലെങ്കിൽ നിനക്ക് അവിടെ പഠിക്കാൻ കൃത്യസമയത്ത് ഫീസ് അടക്കാൻ ഒത്തില്ല എന്ന് കാട്ടെ, എന്തോ ആയിക്കോട്ടെ. ചിലപ്പോൾ ഏജൻറ്റ് നിന്നെ പറ്റിക്കും, 8 ലക്ഷം മേടിച്ചിട്ട് പോകും. പിന്നെ അറിയണം അവൻ പോലീസിൽ പിടിച്ചെന്ന് ഫ്രോഡായിരുന്നു അറിയുന്നു. ഇതൊക്കെ അറിയുമ്പോൾ ഫസ്റ്റ് റെസ്പോൺസ് പ്രാർത്ഥനയായിരിക്കണം. അല്ല കാലം കഴിവേറി മുടിഞ്ഞു പോകുമെന്നൊക്കെ പറയരുത്. അതൊരു കഥയില്ല. അതാർക്കും പറയാം, ദൈവത്തെ അറിയാത്ത ആർക്കും പറയാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ബൈബിളിലുള്ളത്, ആ അനുഭവങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നാണ്. ഉടമ്പടി ഒരു സമീപനമാണ്. എല്ലാ വിഷയങ്ങളിലും ഉടമ്പടി വിഹിതമായ ചില സമീപന രീതികളുണ്ട്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾസ് ആണ് ആക്ച്വലി. അതുപോലെ തന്നെ നിതിൻ, ഇപ്പോൾ നമ്മൾ കേട്ട വർഗീസ്, ഇവരെല്ലാം സീറോ ബാലൻസ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ അവരെ ദൈവം ഉയർത്തി. കാര്യം അവർ മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷനാണ് ഉടമ്പടിയിൽ വേണ്ടത്, അല്ലാതെ നിങ്ങളുടെ മോഡല്ല. മരിയൻ മോഡ് ഓഫ് ഓപ്പറേഷൻ. അമ്മ എങ്ങനെയാണ് ഇത് ചെയ്തത്? അമ്മ കൈവരിച്ച മനോഭാവം, അമ്മയുടെ നിലപാട്, അമ്മയുടെ നയം, അമ്മയുടെ സ്വഭാവം, അമ്മയുടെ സമ്പ്രദായം, അമ്മയുടെ സംസ്കാരം എല്ലാം ഉടമ്പടി ഒരു കൾച്ചറാണ്. ഉടമ്പടി ജീവിതം ഒരു ആത്മീയമായ മരിയൻ സാംസ്കാരിക ജീവിതമാണ്. ശ്രദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, രോഗമുള്ളിടത്ത് നിങ്ങളുടെ കൈകൾ ദൈവനാമത്തിൽ വെക്കുക. രോഗമുള്ളിടത്തെല്ലാം നിങ്ങളുടെ കൈകളെ ദൈവനാമത്തിൽ വെക്കുക. കുറേ രോഗമുള്ളവരെ കൈകളെ പിണച്ച് സർവാംഗം ബോഡി ദൈവത്തിന് ഏൽപ്പിച്ചുകൊണ്ട് കൈ പിണച്ച് നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസപ്രമാണമോ സ്തുതിപ്പോ ചെയ്യാവുന്നതാണ്. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴെല്ലാം ഭാഷാപരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം
പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന, ഇപ്പോഴിവിടെ പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്നവരും ഓൺലൈനായ വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും ജില്ലകളിലും പ്രാർത്ഥിക്കുന്നവരും കർത്താവേ, അങ്ങയുടെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്പഴുതാർന്ന അത്ഭുതകരം അവരുടെ ശിരസിൽ വെക്കണം പ്രാർത്ഥിക്കുന്നു. ശിരസ് വേദനയുള്ളവരെ ഈശോനാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, ആ രോഗം വിട്ടുമാറട്ടെ. തൊണ്ടവേദനയുള്ളവർ, ടോൺസൈറ്റ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, സ്പെഡ്രോസിസ് അസുഖമുള്ളവരെ, 36 കൊല്ലത്തെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ബലത്തിൽ പ്രാർത്ഥിക്കുന്ന ആ രോഗം നിങ്ങളെ വിട്ടുമാറട്ടെ. ശ്വാസകോശ രോഗികളെ, കൈകാലുകൾ പൊങ്ങാത്തവരെ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന ഹൃദയ രോഗികളെ, ശ്വാസകോശ രോഗികളെ, കിഡ്നി രോഗികളെ, തൈറോയ്ഡ് രോഗികളെ, ഉദര രോഗികളെ, പിസ്റ്റുല രോഗികളെ, പിസിഒഡി രോഗികളെ, ഹൃദയ രോഗികളെ, പങ്ക്രിയാസ് രോഗികളെ, കർത്താവ് അസ്ഥിപഞ്ജരങ്ങളിലും മാംസപേശികളിലും അറിയിപ്പുള്ളവരെ, രക്താർബുദക്കാരെ, കർത്താവെ ഇപ്പൊ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അസ്ഥി ഉരുക്കമുള്ളവരെ, അസ്ഥിക്ക് തേയ്മാനമുള്ളവരെ, ഹൃദയരോഗമുള്ളവരെ, കരള് രോഗമുള്ളവരെ, കർത്താവേ നിന്റെ വിശുദ്ധമായ തിരുമുറുമ്പാർന്ന വലതുകരം മക്കൾ വെക്കണമേ. ഉള്ളംകാലം ഉച്ചവരെ കർത്താവ് 36 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ അൾത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥത്തിലെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവേദികൾ ദൈവനാമത്തിൽ വിട്ടുമാറട്ടെ. കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വീടില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പാകുടമ്പടി നടക്കാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, ഓഫർ ലെറ്റർ വന്നിട്ട് വിസ വരാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പരീക്ഷ എഴുതിപ്പോയ പരീക്ഷയെക്കുറിച്ച് വേദിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിദേശ ജോലിയിൽ അങ്കലാപ്പവും വിഷമവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും അതെങ്ങനെ പരിഹരിക്കുമെന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്, വിവാഹം കഴിക്കാത്തവർക്ക് വേണ്ടിയും വിവാഹം ലഭിക്കാത്തവർക്ക് വേണ്ടിയും മക്കളില്ലാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കട്ടെ. കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവേ ഇതിന് ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്ത് കർത്താവേ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 36 വർഷം അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ജീവിത ദുരിതങ്ങള്, ജീവിത തകർച്ചകള് യേശുനാമത്തിന് ഈ നിമിഷം അറുതി വരട്ടെ. എല്ലാവിധ വേദനകളും നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്, നമ്മുടെ ഭാരങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ദുഃഖങ്ങൾക്ക് വേണ്ടി അവന് ഫലമേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ പാപങ്ങളെ ഓർത്ത് അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. കർത്താവേ ഞങ്ങളുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ചുമന്ന നിന്റെ നാമത്തിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവിടെ ജീവിതത്തിന്റെ ഭാരങ്ങളും കടങ്ങളും സാമ്പത്തികമായ അവസ്ഥകളും ജപ്തി നടപടികളും ഒക്കെ വ്യത്യസ്തമായ അനുഭവങ്ങളുള്ള എല്ലാ മക്കളുടെ അനുഭവങ്ങളെ യേശു ക്രിസ്തു ചുമലിലേക്ക് കയറ്റിവെച്ചുകൊണ്ട് കർത്താവേ ആശ്വാസത്തിന് കഥാപരങ്ങളെ മക്കളെ വിടുവിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധനയെ അവഹേളിക്കപ്പെടുന്ന സാത്താൻ്റെ ശക്തികളും ആരാധന അവഹേളിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് കോപ്പ് കൂട്ടി ക്യാമറ ഉപയോഗിച്ചും അല്ലാതെയുമൊക്കെ ഈ സന്ദേശങ്ങളെ സുവിശേഷ വിരുദ്ധമായ വിഷയങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഛിദ്രശക്തികളുടെ സാന്നിധ്യവും ദൃശ്യമാണ്. ശ്രുതികട ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആൻസി സണ്ണി എന്ന് പറഞ്ഞൊരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞു. ഈ ദിവസങ്ങളിൽ നമുക്ക് ഉടമ്പടി പ്രകാരം കുറേ പഠിക്കേണ്ട കുറേ സാക്ഷ്യങ്ങൾ. ഉടമ്പടി നമുക്കറിയാവില്ല, ദൈവാനുഭവങ്ങളുടെ ഒരു സർവകലാശാലയാണ് ഉടമ്പടി. അതിലിങ്ങനെ പുതിയ പുതിയ കോഴ്സുകൾ നടന്നുകൊണ്ടിരിക്കും. ഓരോ ആഴ്ചയും പുതിയ കോഴ്സുകൾ. ജനങ്ങൾ ഉടമ്പടി ആചരിക്കുമ്പോൾ അവർക്ക് വ്യത്യസ്തങ്ങളായ മേഖലകളിലെ അവരനുഭവിക്കുന്ന ഉടമ്പടി അനുഭവങ്ങൾ ഉടമ്പടിയുടെ പുതിയ കോഴ്സായിട്ട് വരും. ഈ ദിവസങ്ങളിൽ കേട്ട സാക്ഷ്യം കുറേ നല്ല സാക്ഷ്യങ്ങൾ കേട്ടു. അതിലൊന്ന് ആൻസി സണ്ണിയുടെ സാക്ഷ്യമാണ്. മുണ്ടക്കയ ആൻസി ചേച്ചിയെ എന്താ സംഭവിച്ചത്? ആൻസി ചേച്ചിയെ പാമ്പ് കടിച്ചു, ഒരു വളവരെയും പാമ്പ് കടിച്ചു. ഇവരൊരു എറണാകുളത്തൊരു പ്രധാനപ്പെട്ട ആശുപത്രി കൊണ്ടുപോയി. ഡോക്ടർമാർ ഇവരോട് പറയുന്നുണ്ട്, ഇവർ ഡോക്ടറോട് പറയുന്നുണ്ട് ഒരു വളവരെയും പാമ്പാണ് എന്നെ കടിച്ചതെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമുക്കറിയാവില്ല, പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞാലും പേഷ്യൻറ്റിനെ കുറിച്ച് പാമ്പിനെക്കുറിച്ച് അവർക്ക് ടെക്നിക്കൽ നോളജ് ഇല്ലാത്തത് കൊണ്ട് ഏത് പാമ്പാണെന്ന് അറിയാൻ പാടില്ലാതെ
ബ്ലഡ് ടെസ്റ്റ് ചെയ്തെടുക്കുന്നവരെയും ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഇന്ന പാമ്പാണെന്ന് കൃത്യം പറയാൻ സമയമെടുക്കും. അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പർ സ്പെഷ്യൽ പാമ്പ് കടിയുടെ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി ആയിരിക്കണം, അങ്ങനെ നമുക്ക് ഇല്ലതാണ്. പക്ഷേ അത് കാരണം ഡോക്ടർമാർ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഡോക്ടർ വളരെ മനുഷ്യോചിതമായൊരു കാര്യം അവർ ചെയ്യുന്നുണ്ട്. അതായത് ഇവർ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ ഓരോരുത്തരും വന്ന് 6 ഡോക്ടർമാർ 1 by 1 ആയിട്ട് വന്ന് ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സംസാരിക്കാൻ ആരുമില്ലെങ്കിൽ ഇവരുടെ പാമ്പ് കഴിഞ്ഞ് ഞാനിപ്പോൾ മരിക്കുമെന്നൊക്കെ വിചാരിച്ച് പേടിച്ച് പോകത്തില്ലേ, അവരെ വിഷയം മാറ്റിക്കൊണ്ട് പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടി ഡോക്ടർമാർ 1 by 1 ആയിട്ട് ഇങ്ങനെ അവരുടെ ഇത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ വിഷയം മാറ്റിക്കൊണ്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് അവർക്കൊരു സമയം ചിന്തിക്കാനോ സ്വയം ചിന്തിക്കാനോ പേടിക്കാനോ സമയം കൊടുക്കാത്തൊരു വളരെ തന്ത്രപരമായിട്ട് സൈക്കോളജിക്കൽ ഡോക്ടർമാർ അത് മാനേജ് ചെയ്യുന്നുണ്ട് ശരിക്കും. പക്ഷേ ഇവരപ്പോഴൊക്കെ പറയുന്നു ഡോക്ടറെ, അപ്പോൾ ഇവർക്കത് മനസ്സിലാവുന്നുണ്ട് ഡോക്ടർമാർ എന്താ ഉദ്ദേശിക്കണമെന്ന്. അപ്പോൾ ഇവർ പറയുന്നു ഡോക്ടർ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പേടിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഇവരവിടുന്ന് ലിഫ്റ്റ് ചെയ്യേണ്ടി വരും. പിന്നെ വേറെ ഒരു ആശുപത്രിയോട് ഇവരെ ലിഫ്റ്റ് ചെയ്യും. അത് വളരെ അകലെയുള്ള ആശുപത്രിയാണ്. അവിടുന്ന് ഒരു ICU ഉള്ള ആംബുലൻസ് ഇവിടെ വന്ന് എത്തണം. ഇവിടുത്തെ ആംബുലൻസ് എല്ലാം പുറത്ത് പോയിരിക്കുകയാണ്, ഇവിടെ ആംബുലൻസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുമെന്നവർക്ക് മനസ്സിലായി. കാര്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്ലഡിൽ വിഷം കയറിപ്പോയി, ബ്ലഡിൽ ശക്തമായ രീതിയിൽ വിഷം കയറിപ്പോയി. കാര്യം ഇപ്പോൾ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞു, ആശുപത്രി വന്നിട്ട് 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു ചെറിയ ബുദ്ധിമുട്ടുള്ള കാരണം ഇവർ അവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ്. ലിഫ്റ്റ് ചെയ്യാനുള്ള ആംബുലൻസ് അകലെ നിന്ന് വരണം. അതിന് ICU ഉള്ള എല്ലാ സെറ്റപ്പും ഉള്ള ആംബുലൻസാണ് ഇവരെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. സാധാരണ ആംബുലൻസ് കൊണ്ടുപോകാൻ അവർ എത്തത്തില്ല അവിടം വരെ. അപ്പോൾ അതിന് ഡോക്ടർമാർക്ക് അറിയാവുന്ന കണ്ട സിറ്റുവേഷൻസ് വളരെ മോശമാണ് ശരിക്കും. അപ്പോൾ അതുവരെ ഇവരെ ഒന്ന് പിക്കപ്പ് ചെയ്ത് ഒരു നഴ്സിനെ കൂട്ടി തിരിച്ച് ഇവർ പറയുന്ന പുതിയ ആശുപത്രിയോട്ട് വിടണം. അപ്പോൾ അതിനുവരെയുള്ള സമയമാണ്. പക്ഷേ പ്രഷർ പെട്ടെന്ന് കൂടി 500 അപ്പോൾ ഡോക്ടർമാർ ശരിക്കും ഭയപ്പെട്ടു പോകും. പക്ഷേ ഡോക്ടർമാർ ഭയപ്പെട്ടെങ്കിലും ഇവർക്ക് ഭയം തോന്നണില്ല. ഡോക്ടർമാർ ഭയപ്പെട്ടു, കാര്യം പ്രഷർ 500 ദാറ്റ് മീൻസ് വിഷം ശരിക്കും കയറി ഹൃദയം ജീവനോട് മല്ലിടിക്കുന്നുവെന്ന് മനസ്സിലായി. ഇവർ പോവുകയാണ്. പിന്നെ ആംബുലൻസ് വന്ന് ഇവർ പോകുന്നുണ്ട്. ഇവർ നഴ്സും കൂടി കൂട്ടി അടുത്ത ആശുപത്രിയോട് പോവുകയാണ്. അപ്പോൾ വളരെ ടൈമേ ഉള്ളൂ, കുറച്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ വളരെ ഗുരുതരമായ സംഭവങ്ങൾ നടക്കും. അപ്പോൾ ആ സമയത്ത് ഈ ആംബുലൻസിലെ AC ഫുള്ളായിട്ട് വെക്കും. കാര്യം ഫുള്ളായിട്ട് വെച്ച് ഭയങ്കരമായിട്ട് ഫ്രീസാക്കും, തണുക്കും. പക്ഷേ എന്നിട്ട് ഒരു വലിയൊരു കമ്പിളി എടുത്തിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിലിടും. അപ്പോൾ ഈ ചേച്ചി പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് തണുപ്പ് തോന്നണില്ല എന്ന് പറയാം. അപ്പോൾ നഴ്സ് കാര്യം പറഞ്ഞത് നല്ല തണുപ്പാണ്, മാക്സിമം തണുപ്പിച്ചത് പോണത്. പക്ഷേ ഈ ഇതിൻ്റെ ഫീലിംഗ് അവർക്ക് കിട്ടണില്ല. ഇവർ വേറൊരു ഫീലിങ്ങിലാണ് ഉള്ളത്. അവസാനം ഹസ്ബൻഡിന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. ഇവർ ഛർദ്ദിക്കാനൊക്കെ തുടങ്ങും. പിന്നെ ഈ കൈയും കാലുമൊക്കെ ഒന്ന് വിറക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാം തീരാൻ പോണ പോലെ തോന്നും. അപ്പോൾ ഹസ്ബൻഡ് ഒരു ഓർമ്മ ഹസ്ബൻഡ് കാര്യം ഈ ചേച്ചി എപ്പോഴും ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. ഹസ്ബൻഡ് എവിടെ പോയാലും ഈ അവർ ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടിയുടെ ഒരു ഇത്തിരി ഉപ്പെടുത്ത് ചെറിയൊരു പേപ്പറിൽ ചുരുട്ടി ഹസ്ബൻഡിൻ്റെ പോക്കലിട്ട് കൊടുക്കും. എവിടെ പോയാലും മാതാവിൻ്റെ ഒരു സംരക്ഷണം കിട്ടാൻ വേണ്ടി നേരത്തെ ഉടമ്പടി എടുത്ത കാലം വരെ ചെയ്യണതാണ്. എന്നിട്ട് അപ്പോഴാണ് ഹസ്ബൻഡ് ഓർമ്മ വന്നത്, എൻ്റെ പോക്കറ്റിൽ ഉടമ്പടിയുടെ ഉപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് ആ ഉടമ്പടി ഉപ്പെടുത്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഇവിടെ നെറ്റിയിലും ശരീരത്തിലും വിടും. എന്നിട്ട് ഹസ്ബൻഡ് പറയും ഇനി കുഴപ്പമൊന്നുമില്ല ആൻസി, ഇനിയിപ്പോൾ എല്ലാം ഈശോ ഏറ്റെടുത്തോളും, അമ്മ മാതാവ് നമുക്കൊരു കുഴപ്പം വരത്തില്ലെന്ന് പറയും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവർ വിയർക്കും. പിന്നെ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ഇവർ ടെസ്റ്റ് ചെയ്യും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡിൽ വിഷത്തിൻ്റെ ഒരംശം കാണത്തില്ല. അവർ തന്നെ ഇവരോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇവരെ കൊണ്ടുവന്നത്. അപ്പോൾ എറണാകുളത്തെ റിപ്പോർട്ടുണ്ടേ, വിഷമുള്ള റിപ്പോർട്ട് ഉണ്ട്, അതിൻ്റെ പ്രഷറിൻ്റെ റിപ്പോർട്ട് എല്ലാം ഉണ്ട്. പക്ഷേ ഇവിടെ പ്രഷർ നോർമലായി. അതായത് ഇത്രയും സ്പീഡാണ് ഉടമ്പടിയുടെ പ്രവർത്തനങ്ങളുടെ എന്ന് പറയാനല്ല ഞാൻ ഈ സാക്ഷ്യമെടുത്തത് നിങ്ങൾ ഓർക്കണം. അതായത് ഈ ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ആൻസിസ്റ്റേഴ്സ് പേടിക്കണില്ല അല്ലേ? ദാറ്റ്സ് മൈ പോയിൻ്റ്. ഇത് ഒരു വാഗ്ദാനമാണ് ശരിക്കും. ഡോക്ടർമാരെല്ലാം പേടിക്കുന്നു. ആ സമയത്ത് തന്നെ യഥാർത്ഥ ഭയത്തിൻ്റെ ഇരയായ ആ വ്യക്തി, പെർട്ടിക്കുലർ പേഴ്സൺ, ഷീസ് നോട്ട് അഫ്രൈഡ്. വൈ? അതിന് ഉത്തരം പറയേണ്ടി വരും നമ്മൾ.
ഡോക്ടർമാരെല്ലാം പേടിക്കുമ്പോഴും ഈ പാമ്പ് കടിയേറ്റ പെർട്ടിക്കുലർ പേഴ്സൺ ഷീസ് നോട്ട് അഫ്രൈഡ്. എന്തുകൊണ്ടാണ്? അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു പ്രോമിസാണിത്. നമുക്കറിയാമല്ലോ, ഉടമ്പടി വർക്ക് ചെയ്യണത് പ്രോമിസുകളുടെ അടിസ്ഥാനത്തിലാണ്. പ്രോമിസ് എന്ന് പറയുന്നത് എന്താണ്? വാഗ്ദാനങ്ങൾ. ദൈവം മനുഷ്യന് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങളിലെ ഒരു വാഗ്ദാനമാണ് ഐ വിൽ ഗീവ്. ഐ വിൽ ചേർത്ത് ഒത്തിരി വചനങ്ങളുണ്ട് ബൈബിളിലെ. ഐ വിൽ, ഞാൻ നിനക്ക് തരും, അല്ലെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരും, ഇങ്ങനെ പറഞ്ഞ ഐ വിൽ ഗീവ് എ ന്യൂ ഹാർട്ട്. ഒരു പുതിയ ഹൃദയം, പേടിക്കാത്ത ഒരു ഹൃദയം. പേടിക്കണ സാഹചര്യങ്ങളൊക്കെയാണ് ഉള്ളതെങ്കിലും പേടിക്കാത്ത ഒരു ഹൃദയം ഞാൻ നിനക്ക് തരും. സംഭ്രമിപ്പിക്കാത്ത ഹൃദയം നിനക്ക് തരും. കാരണം സംഭ്രമിപ്പിക്കേണ്ട മകനെ, ഞാനാണ് നിൻ്റെ ദൈവം. ഈ പേടി മാറണത് 2 തരത്തിലാണ്. അതായത് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, സംഭ്രമിക്കേണ്ട മകനെ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. നിയമാവർത്തനം 31:8. നിയമാവർത്തനം 31:8 വായിച്ചോളൂ. കർത്താവാണ് നിന്റെ മുൻപിൽ പോകുന്നത് എന്ന് പറഞ്ഞ കർത്താവാണ് നിന്റെ മുമ്പിൽ പോകുന്നത്. അവിടുന്ന് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്റെ കൂടെ ഉണ്ടായിരിക്കും. അവിടുന്ന് നിന്നെ ഭഗ്നാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല. ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. അപ്പൊ ഈ സംഭ്രമിക്കാത്ത, ഇവർക്ക് ആൻസിക്ക് ഭയമില്ലെന്ന് പറഞ്ഞില്ലേ? അത് എന്തുകൊണ്ടാണ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ കാരണം കർത്താവാണ് നിന്റെ കൂടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതായത് ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഒന്നാണ് പ്രസൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓർക്കണം, ഇതിനേക്കാൾ വലിയൊരു കാര്യം മനുഷ്യന് ദൈവത്തിൻ്റെ മുമ്പിൽ ചെയ്യാനില്ല, എക്സെപ്റ്റ് കവനൻ്റ് അല്ലാതെ. ഇതിൻ്റെ വാഗ്ദാനങ്ങളെന്നൊക്കെ പറഞ്ഞ് ഞെട്ടിക്കുന്ന വാഗ്ദാനങ്ങളാണ്. എത്ര കാലങ്ങളും മാറിയാലും ഈ വാഗ്ദാനങ്ങൾക്കൊക്കെ ഒരു മാറ്റവും ഉണ്ടാകത്തില്ല. നിന്നെ പാമ്പ് കടിച്ചാലും പഴുതാര കടിച്ചാലും നീ ഏത് മരണത്തിലേക്ക് പോയാലും ഐ വിൽ കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. നീ സംഭ്രമിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാനാണ് നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താൻ. അതായത് ഉടമ്പടിയുടെ ഇപ്പം നമ്മൾ എണ്ണ തേക്കുന്നില്ലേ? നമ്മൾ രാവിലെ എടുത്തിട്ട് ഉടമ്പടി തൈലം നെറ്റിക്ക് പിടിച്ച് വരക്കും. യാത്രക്ക് പോകുമ്പോൾ ചെയ്യും, പരീക്ഷയ്ക്ക് പോകുമ്പോൾ ചെയ്യും, ഇൻ്റർവ്യൂ വേണ്ടി പോയി ചെയ്യും. എന്താ കാര്യം? എണ്ണ തേക്കണ എന്താ കാര്യം? എണ്ണ തേക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രസൻസാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും പറഞ്ഞ് ഇവിടെ സ്വർഗത്തിൽ നിന്ന് ഒരു കോവേണി ഇരിക്കുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? ആരാ കണ്ടത്? യാക്കോബ് അല്ലേ? യാക്കോബ് സ്വർഗത്തിൽ നിന്ന് ഒരു ഏണി ഇറങ്ങി ഭൂമിയിലേക്ക് വരുന്ന ഒരു സ്വപ്നം കണ്ടില്ലേ? അപ്പോൾ അതിലേക്ക് ദൈവദൂതന്മാർ കയറുന്നത് ഇറങ്ങുന്നത് ആ സ്വപ്നം കണ്ട മനുഷ്യൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ പറയണത്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെയ്യണത് എന്താണ്? താൻ തലക്കൽ വെച്ചിരുന്ന കല്ലെടുത്തിട്ട് അതിൻ്റെ പുറത്ത് ഉടമ്പടി തൈലം, ഒലിവ് തൈലം ഒഴിക്കും. ഇതിലെന്താ പറയുന്നത്? ഇത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇടമാണ്, കർത്താവിൻ്റെ ഭവനമാണ്. ഇതിൻ്റെ പേര് ബദ്ധൽ എന്ന്. കർത്താവിൻ്റെ കൈയടിച്ച് ഉൽപ്പത്തി 28-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോബ് ബർഷബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിന്റെ പിതാവായ അബ്രഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിന്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിന്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിന്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. അതായത് ഈ വാഗ്ദാനം കേൾക്കുമ്പോഴുണ്ടല്ലോ, ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി ജീവിക്കുന്നവരെ വേദവചനം വായിക്കുമ്പോൾ ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും കുതിച്ചു ചാടുകയും തുള്ളിച്ചാടുകയും ചെയ്യണം. എന്താ കാര്യത്തിൽ ഞാൻ ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. അവസ്ഥ നമുക്ക് 22 വെളിപാടിൻ്റെ 22 22:6 എന്താ പറയുക? റൈറ്റ് ഡൗൺ എന്ന് പറയും. എന്താണ്? ഈ വചനങ്ങളെല്ലാം വിശ്വാസയോഗ്യവും സത്യവുമാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. വെളിപാട് 22:6 ശ്രദ്ധിക്കട്ടെ. വെളിപാട് 22:6 അവൻ എന്നോട് പറഞ്ഞു ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ
നമുക്ക് തോന്നുന്നത് നമ്മൾ പറയണം ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ്. എന്നുവെച്ചാൽ എനിക്ക് വിശ്വസിക്കാവുന്നതാണ്, കാര്യം അതാണ്, സത്യമായത് കൊണ്ടാണ്. ഇതെൻ്റെ ജീവിതത്തിൽ, അതായത് കർത്താവിൻ്റെ ഓരോ വചനവും കാലാതീതമാണ്. എവിടെയല്ല കാലങ്ങളിങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ശരി, യാക്കോബിനോട് പറഞ്ഞ വചനങ്ങൾ ആ വചനമായിട്ട് തന്നെ ഇന്ന് നീയാണ് ദൈവത്തിൻ്റെ യാക്കോബ്, നീയാണ് ദൈവത്തിൻ്റെ എബ്രാഹാം, നീയാണ് ദൈവത്തിൻ്റെ ഇസഹാക്ക്. ആ ഒരു ബോധം നിനക്കുണ്ടാകണം. നീയാണ് ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അനുജനോ അതുപോലെ ദൈവത്തിൻ്റെ പൈതലോ. അതുകൊണ്ട് ദൈവം നിനക്ക് മുമ്പേ പറഞ്ഞിട്ടുള്ള എല്ലാ വചനങ്ങളും, ഈശോ എന്നാ പറഞ്ഞത്? കാലത്തിൻ്റെ അവസാനം വരെ, അല്ലേ, കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നെ ഈശോ പറഞ്ഞത് ഈ 21:34 വിശുദ്ധ ലുക്കായുടെ സുവിശേഷം 21:34 21:33, അതായത് ആകാശവും ഭൂമിയും കടന്നു പോകും എന്ന് പറഞ്ഞേ. ആകാശവും ഭൂമിയും കടന്നു പോകും. അപ്പോൾ നിങ്ങൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഒന്ന് പറഞ്ഞേ, ആകാശവും ഭൂമിയും കടന്നു പോകും. ആക്ച്വൽ വേഴ്സിക്കൽ ശ്രുതികട ഹല്ലേലൂയ. എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. അതാണ് പ്രശ്നം. അതായത് ഈ വചനങ്ങൾ കടന്നു പോകാതെ നിലനിന്ന് ഫലിക്കുകയാണ്. എന്താണ് കടന്നു പോണത്? വാക്ക് കടന്നു പോകത്തില്ല. 33 അല്ലേ? 21:33. 21:33 വിശുദ്ധ ലൂക്കാ സുവിശേഷം. നീ ശ്രദ്ധിക്കണം അച്ഛനെ. അതായത് കടന്നു പോണത് എന്താണ്? ആകാശം കടന്നു പോകും. ദാറ്റ് മീൻസ് എന്താണ്? ടൈം കഴിഞ്ഞു പോകും. ആകാശം എന്നല്ലേ ടൈമൊക്കെ ഉണ്ടാകണത്, അല്ലേ? സൂര്യനെ നടുക്ക് നിർത്തിക്കൊണ്ട് സൂര്യന് ചുറ്റും നമ്മൾ ഭൂമിയൊക്കെ കറങ്ങുമ്പോഴും ഭൂമി സ്വയമായിട്ട് കറങ്ങുമ്പോൾ 24 ദിവസം, ഒരു പ്രാവശ്യം സൂര്യന് ചുറ്റും കറങ്ങണതിന് 360 ദിവസം. അപ്പോൾ ദിവസങ്ങളും വർഷങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇവരുടെ കറക്കത്തിൽ നിന്നല്ലേ. അതാണ് ആകാശം എന്ന് പറയുന്നത്. ആകാശം ഇങ്ങനെ കടന്നു പോകുന്ന വെച്ച് കഴിഞ്ഞാൽ കാലങ്ങൾ മാറി മാറി വരും. ഇപ്പോൾ 23 അല്ലേ, അടുത്ത കൊല്ലം 24, പിന്നെ 25. അപ്പോൾ കാലം മാറിപ്പോകാനും പോവുകയും, കാലം മാറിപ്പോയാലും പിന്നെ എന്താണ്? ഭൂമിയും മാറും. ഇപ്പം 21:33 എന്താ പറയണത്? ആകാശം എന്ന് പറഞ്ഞ ആകാശവും കടന്നു പോകും, ഭൂമിയും കടന്നു പോകും. ഭൂമി കടന്നു പോകും. എന്താ സംശയിക്കണേ? ഇപ്പം തന്നെ ഈ ഇപ്പോഴും ഹിമാലയം പ്ലേറ്റോ തമ്മിൽ ഇടിച്ച് പൊങ്ങി, അല്ലേ? ചൈനയും അതുപോലെ തന്നെ മംഗോളിയൊക്കെ ഉള്ളൊരു പ്ലേറ്റും പിന്നെ ഏഷ്യൻ പ്ലേറ്റും തമ്മിൽ ഇടിച്ച് കുത്തി പൊങ്ങി ഹിമാലയം ഉണ്ടായെന്നുള്ള തിയറി ഇപ്പോഴും ശാസ്ത്രം പ്രാബല്യത്തിലെടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഭൂമി ഇപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ്ട്രേലിയയൊക്കെ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ആസ്ട്രേലിയയൊക്കെ ഒരു 10 ലക്ഷം വർഷം കഴിയുമ്പോൾ വന്ന് ഇന്ത്യയിൽ ഇടിക്കുമായിരിക്കും ഈ സാധനം. അപ്പോൾ ഇവിടെ ഉണ്ടാകും പർവ്വതങ്ങളൊക്കെ. കർത്താവ് പറഞ്ഞ കറക്റ്റാണ്. ഇതിങ്ങനെ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സംഭവം. നമ്മളിരിക്കുന്ന സ്ഥലത്ത് പണ്ട് തോമസ് ലീഗയൊക്കെ വന്നു എന്ന് പറയുന്ന കാലത്ത് ഇവിടെ കടലല്ലേ, കടലാണല്ലേ ഇവിടെ. ഇപ്പം ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്? കലവൂർ. കലം എന്ന് പറയുന്നത് എന്താണ്? കപ്പലെടുക്കുന്ന ഊര്, അല്ലേ? അപ്പോൾ തുറമുഖം എന്നാണ് എൻ്റെ അർത്ഥം. അല്ല കലാകാരന്മാരുടെ സ്ഥലമൊന്നുമല്ല, തുറമുഖമാണ്. അപ്പോൾ ഇത് ഒരു കാലത്ത് കപ്പൽ അടുത്തിരുന്ന സ്ഥലത്ത് നമ്മളിപ്പോൾ ഇരുന്നുകൊണ്ട് സുന്ദരമായിട്ട് ധ്യാനം കൂടിക്കണം. ഭൂമി കടന്നുപോയി, ഭൂമി പിന്നെയും വെച്ചുപോയി. അപ്പോൾ കർത്താവ് പറഞ്ഞ് കറക്റ്റാണ്. വെച്ച് കഴിഞ്ഞാൽ കാലം മാറിപ്പോകും, അതേ തന്നെ ഭൂമിയും കടന്നു പോകും. പിന്നെ എന്താണ് കടന്നു പോകാത്തത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള വചനങ്ങൾ കടന്നു പോകുകയില്ല. കൈയടിച്ച് കർത്താവിനെ